സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച ഇടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കാൻ തന്നെയാണ് ബി.ജെ.പി ജില്ലാ നേതൃത്വവും ബി.ജെ.പി നേതാക്കളും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. 25,000 പേരടങ്ങുന്ന പ്രവർത്തകരുടെ വലിയ റാലിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ 3 മണിയോടുകൂടിയാണ് ഈ സുരേഷ് ഗോപിയും ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഈ ആഹ്ലാദ റാലി നടക്കുന്നത്. അതിൽ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ചുമതലയുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും സുരേഷ് ഗോപി അവിടെ പ്രതികരണവും അതുപോലെ തന്നെ അവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെല്ലാം തന്നെ എത്തി അവിടെയുള്ള സ്വീകരണവും എല്ലാം ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷെ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് സുരേഷ് ഗോപി എത്തുമ്പോൾ ഈ തൃശ്ശൂർ എന്നും ഹൃദയത്തിൽ എടുക്കും ഇത്തവണ, അല്ലെങ്കിൽ തൃശ്ശൂർ തനിക്ക് ഇത്തവണ തരും എന്നുള്ള ഒരു ഉറപ്പ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. ആ ഉറപ്പ് പാലിച്ച ജനതയെ കാണുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവിടെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയുമാണ് ഇന്ന് ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് എല്ലാവരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു തേരോട്ടം നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട LDFന്റെ കേന്ദ്രങ്ങളിൽ പോലും വലിയ ലീഡ്, അതായത് ഇരിങ്ങാലക്കുടയിൽ LDFന്റെ വലിയ കടുത്ത നേരോട്ടമുള്ള ഇടങ്ങളിൽ പോലും LDFനെ 3-ാം സ്ഥാനത്താക്കിയിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി. തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു പാളിച്ച പറ്റി എന്ന് പറയുമ്പോഴും കേരളത്തിൽ ശക്തമായ ഒരു മണ്ഡലമായ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അതിന് കഴിഞ്ഞു എന്നതൊരു വലിയ കാര്യമായി തന്നെ പാർട്ടി കണക്കാക്കുന്നുണ്ട്.